സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ ക്രിയയുടെ ഉടമസ്ഥനാണ്. അപ്പോൾ ക്രിയകൾ 3 തരത്തിലുണ്ട്. ഐ ആം സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ സ്പീക്ക് ചെയ്യുന്നതാണ് ഞാനായതുകൊണ്ടാണ് ഐ അതിലെ സബ്ജക്റ്റ് ആവുന്നത്. ദേ ആർ വാക്കിംഗ് എന്ന് പറയുമ്പോൾ വാക്കിംഗ് എന്ന ക്രിയ ചെയ്യുന്നത് ദേ ആണ്, അതുകൊണ്ടാണ് ദേ സബ്ജക്റ്റ് ആവുന്നത്. ഇവിടെയൊക്കെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വെർബാണ്. അത് പഠിക്കുക, നടക്കുക, ഓടുക, സംസാരിക്കുക, പഠിപ്പിക്കുക ഒക്കെ പറയുന്നത് ഒരു ആക്ഷൻ വെർബാണ്. ഇതല്ലാതെ ഒരു വെർബ്, 2 തരം വെർബുകൾ വേറെയുണ്ട്. അപ്പോൾ അതിനൊരു സെന്റൻസാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ഒരു വെർബിനെ തേടിപ്പോകും. നേരത്തെ പറഞ്ഞിരിക്കുന്ന നടക്കുക, ഓടുക, സംസാരിക്കുന്ന വെർബില്ല. അപ്പോൾ പക്ഷെ ഇവിടെ ഇന്ത്യയാണ് സെന്റൻസിലെ സബ്ജക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഇതിലെ വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ആക്ഷൻ വെർബല്ല, ലെക്സിക്കൽ വെർബല്ല. ഇതിലെ വെർബ് എന്ന് പറയുന്നത് ഈസാണ്. ഈസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്ഷൻ അല്ല. എന്താണ്? അതൊരു അവസ്ഥനെ കാണിക്കുന്ന വെർബാണ്. അതായത് വേർബ്സ് ഓഫ് പൊസിഷൻ. ഈസ്, ആം, ആർ പൊസിഷൻ വെർബിന്റെ പ്രസന്റ് രൂപം. അതിന്റെ പാസ്റ്റ് രൂപമാണ് വാസ്, വേർ. ഇതൊക്കെ ബി ഫോമുകളാണ്. അപ്പൊ ബി വെർബുകളെല്ലാം പൊസിഷൻ വെർബാണ്. ഇത് വെർബാണ് ചോദിച്ച വെർബാണ്, പക്ഷെ ഇതൊരിക്കലും ഒരു ആക്ഷൻ വെർബല്ല. അപ്പൊ ഞാൻ ചായ കുടിക്കുകയാണ് എന്ന് പറയുന്നതിൽ കുടിക്കുക എന്നുള്ളത് ഒരു ആക്ഷൻ വെർബാണ്. ഞാൻ ഓടുകയാണെന്ന് പറയുമ്പോൾ ഓടുക ഒരു ആക്ഷൻ വെർബാണ്. അവർ നടക്കുകയാണെന്ന് നടക്കുക ഒരു ആക്ഷൻ വെർബാണ്. അവൻ ചിത്രം വരയ്ക്കുകയാണെന്ന് പറയുമ്പോൾ വരയ്ക്കുക ഒരു ആക്ഷൻ വെർബാണ്. ഈ ആക്ഷൻ വെർബ് അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വെർബുകളാണ് ഈസ്, ആം, ആർ, അതുപോലെ അതിന്റെ പാസ്റ്റ് ഫോം വാസ്, വേർ അവസ്ഥകളെ കാണിക്കുന്നത്. അതാണ് വേർബ്സ് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ഐ ആം എ ടീച്ചറിൽ ഐ സബ്ജക്റ്റ് ആവുന്നത് ആം എന്ന വെർബിന്റെ ഉടമസ്ഥൻ ഐ ആണ്. ഞാൻ ആകുന്നു. ഹി ഈസ് എ ടീച്ചർ. ഈസ് അതിലെ വെർബാണ്, ആക്ഷൻ വെർബല്ല, പൊസിഷൻ വെർബാണ്. അവനാകുന്നു, ഈസ് എ ടീച്ചർ. ദേ ആർ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളാകുന്നു. അവർ എന്ന് പറയുന്നത് അതിലെ സബ്ജക്റ്റ് ആവുന്നത്. ആർ എന്ന് പറയുന്നത് അവിടെ ഒരു പൊസിഷൻ വെർബാണ്. ആ പൊസിഷൻ വെർബ് ആരെയാണ് കാണിക്കുന്നത്? ദേ, അവരുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ദേ ആർ സ്റ്റുഡൻസ്. വി ആർ ഫ്രണ്ട്സ്. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിയുടെ അവസ്ഥയെ കാണിക്കാനാണ് ഈസ് അവിടെ വന്നത്. മൈ ഫാദർ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്റെ അച്ഛന്റെ അവസ്ഥയെ കാണിക്കുന്ന വെർബാണ് ഈസാണ്. ഇതിന്റെ പാസ്റ്റ് രൂപമാണ് മുമ്പത്തെ അവസ്ഥ. ഐ വാസ് എ സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. ഇതയാൾ സ്റ്റുഡന്റ് അല്ല. ഐ വാസ് എ ടീച്ചർ. ഇതയാൾ ടീച്ചർ അല്ല. ദേ വേർ ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളായിരുന്നു. വി വേർ ക്ലാസ്മേറ്റ്സ്. ഞങ്ങൾ എന്താണ് ഒരു ക്ലാസ്സിൽ പഠിച്ചവരായിരുന്നു. ഇത്തരം വെർബുകളെയാണ് പൊസിഷൻ വെർബുകൾ എന്ന് പറയും, അവസ്ഥയെ കാണിക്കുന്നത്. അതായത് ഈസ്, ആം, ആർ. അതുപോലെ വാസ്, വേർ. അക്ബർ വാസ് ദ ഗ്രേറ്റസ്റ്റ് കിങ്സ് ഓഫ് മുഗൾ എംപയർ. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളായിരുന്നു അക്ബർ. വാസ്കോ ഡ ഗാമ വാസ് എ യൂറോപ്യൻ ട്രാവലർ. അശോക വാസ് എ ഗ്രേറ്റസ്റ്റ് എംപറർ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. ഇവിടെയൊക്കെ അവസ്ഥയെ കാണിക്കുന്ന വെർബുകളാണ്. അപ്പൊ ഈ അവസ്ഥയെ കാണിക്കുന്ന വെർബുകളായി ഈസ്, ആം, ആർ, വാസ്, വേർ ഇതൊക്കെ ബിയുടെ ഫോമുകളാണ്. ബി പ്ലസ് ഡസ് ആണ് ഈസ്, ബി പ്ലസ് ഡു ആണ് ആം, ആർ. ബി പ്ലസ് ഡിഡ് ആണ് വാസ്, വേർ. അതിൽ സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കാം വാസ് ആണ്. ഫ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്നത് വേറാണ്. അപ്പൊ വെർബ്സ് ഓഫ് പൊസിഷൻ രണ്ടാമത്തെ വെർബ്, വെർബ്സ് ഓഫ് പൊസിഷൻ ആദ്യത്തെ വെർബ്. അടുത്തത് ശ്രദ്ധിച്ചോ. ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് 2 സഹോദരന്മാരുണ്ട് ഒരാൾ പറയുമ്പോൾ ആ ഒരു സെന്റൻസ് ആണ്. അതിന്റെ സബ്ജക്റ്റ് ഐ ആണ്. അപ്പൊ നിങ്ങൾ തോന്നുമ്പോഴേ ഒരു ആക്ഷൻ വെർബില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു വെർബ്സ് ഓഫ് പൊസിഷൻ അവസ്ഥയെ കാണിക്കും. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് ഉടമസ്ഥതയെ എന്തോ ഉണ്ട് എന്ന് കാണിക്കുന്ന വെർബാണ്. അങ്ങനെ പൊസഷൻ വെർബാണ്. പൊസിഷൻ അല്ല, പൊസഷൻ. ഉടമസ്ഥതയെ കാണിക്കുന്ന വെർബ്. ഐ ഹാവ് 2 ബ്രദേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഉണ്ട് എന്ന് കാണിക്കുകയാണ്. ഷീ ഹാസ് 2 ചിൽഡ്രൻ. അവൾക്ക് 2 കുട്ടികളുണ്ട്. ആരൊക്കെ ഒരു തുമ്പിക്കൈയുണ്ട്. എലിഫന്റ് ഹാസ് എ ട്രങ്ക്. ആരൊക്കെ ഒരു തുമ്പിക്കൈയുണ്ട്. ഇവിടെയൊക്കെ വെർബ്സ് ഓഫ് പൊസഷൻ ആണ്. അതുപോലെ എനിക്ക് മുന്നേ ഉള്ള ഒരു സാധനം ഇപ്പോൾ ഇല്ല. മുമ്പേ എനിക്ക് ഒരു ഉടമസ്ഥയായിട്ടായിരുന്നു. ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് 2 ബൈക്സ്. ഐ ഹാഡ് മെനി ഫ്രണ്ട്സ്. ഇതൊക്കെയാണ് മൂന്നാമത്തെ വെർബിൽ വരുന്നത്. അതായത് വെർബ്സ് ഓഫ് പൊസിഷൻ. ഹാവ്, ഹാസ്. ഹാസ് സിംഗുലർ കൂടിയാണ്. അപ്പോൾ ഷീ ഹാസ് 2 കാർസ്. ഷീ ഹാസ് 2 ഡോട്ടേഴ്സ്. ഷീ ഹാസ് 2 ബ്രദേഴ്സ്. ഷീ ഹാസ് 2 സ്കൂട്ടർ. ഷീ ഹാസ് 2 ബൈക്സ് ഒക്കെ പറയുമ്പോഴേ ഷീ സബ്ജക്റ്റ് സിംഗുലർ ആണ്. മൈ മദർ ഹാസ് 2 ബ്രദേഴ്സ്.
മൈ ബ്രദർ മൈ മദർ ഹാസ് എ യംഗർ മൈ ബ്രദർ ഹാസ് എ യംഗർ സിസ്റ്റർ. എൻ്റെ അമ്മയ്ക്ക് ഒരു അനുജത്തിയുണ്ട്. ഇതൊക്കെ എന്താണ് പൊസഷനായി നിൽക്കുന്ന വെർബിൽ സിംഗുലർ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഹാസ്, പ്ലൂറൽ വരുമ്പോൾ ഹാവ് ഉപയോഗിക്കാം. ദേ ഹാവ്, വി ഹാവ്, മൈ ഫ്രണ്ട്സ് ഹാവ്, സ്റ്റുഡൻസ് ഹാവ്, ടീച്ചേഴ്സ് ഹാവ്. പ്ലൂറൽ വെർബിന് പ്ലൂറൽ സബ്ജക്റ്റ് കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കും. ഇതിന്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ്, ഉണ്ടായിരുന്നു. ദേ ഹാഡ് മെനി ഫ്രണ്ട്സ്, ഐ ഹാഡ് മെനി ഫ്രണ്ട്സ്, ഐ ഹാഡ് വെരി ബുക്സ്, ഐ ഹാഡ് എ ലോട്ട് ഓഫ് ചാൻസ് ഒക്കെ വരുന്നത് പാസ്റ്റിൽ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഇന്നില്ല. ഇങ്ങനെ 3 തരം വെർബുകളുണ്ട്. അപ്പോൾ നമ്മളൊരു സെന്റൻസിലെ സബ്ജക്റ്റ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണോ വെർബ് ആ വെർബിന് ഉടമസ്ഥനായിരിക്കും എപ്പോഴും ഒരു സെന്റൻസിലെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ചേഞ്ച് ആളാണ് ക്രിയ. എന്താണ് ക്രിയ? ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലെക്സിക്കൽ വെർബ് ആക്ഷൻ വെർബാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഐ ആം വാച്ചിങ്, ഐ ആം റൈറ്റിംഗ്, ഐ ആം സ്പീക്കിംഗ്, ഐ ആം ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്ത് ഞാനാണ്, അതുകൊണ്ടാണ് എന്താണ് ഐ സബ്ജക്റ്റ് ആവുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ നിങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടാകുന്നത് വെർബ് എന്താണോ നോക്കിയിട്ടാണ്. വെർബ് എന്ന് പറയുന്ന 3 തരമുണ്ട്. പ്രവൃത്തിയെ കാണിക്കുന്ന വെർബ്, നടക്കുക, ഓടുക, പഠിക്കുക, പഠിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന വെർബ്. പിന്നെ പൊസിഷനെ കാണിക്കുന്ന വെർബ് ആകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുഴ കാണിച്ചു പറയും, ദിസ് ഈസ് എ റിവർ എന്ന് പറയും, ദാറ്റ് ഇസ് എ പോണ്ട് എന്ന് പറയും, ദിസ് ഈസ് എ ബൈൻഡിങ് ട്രീ എന്ന് പറയും, ദിസ് ഈസ് എ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും, ദേ ആർ പിഗ്സ് എന്ന് പറയും, അവർ പന്നികളാണ്, ദേ ആർ കൗസ് എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥയാണ് കാണിക്കുന്നത്. പിന്നെയാണ് ഞാൻ പറഞ്ഞത് 3ാമത്തെ ടൈപ്സ് വേർബ്സ് ഓഫ് പൊസഷൻ, ഉടമസ്ഥയെ കാണിക്കുന്നത്. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, ഷീ ഹാസ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ഷീ ഹാസ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ഐ ഹാഡ് മെനി ബുക്സ്, ഐ ഹാഡ് മച്ച് മണി എന്നൊക്കെ പറയുന്നത് അവസ്ഥയെ കാണിക്കുന്ന വർക്കുകളാണ്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസിനെ സമീപിക്കുന്നത്. അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോൾ ആദ്യം എഴുതുകൊണ്ടല്ല, ക്രിയയുടെ ഉപടസ്ഥരായി. ക്രിയകൾ മനസ്സിലാക്കണം. 3 types of verbs: verbs of action, verbs of position and verbs of possession.